നമുക്കൊരു ചക്ക ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. ഇപ്പം നല്ല ചൂടല്ല, ചൂടിന് കഴിക്കാൻ പറ്റിയത്. ഇപ്പം ചക്കയുടെ സീസണും ആണല്ലോ, അപ്പോൾ നമുക്ക് ചക്ക ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. അപ്പം ചക്ക കുറച്ച് ഒരു 10-20 പീസുണ്ട്. അത് ഞാൻ തൊലിയും എല്ലാം നമ്മുടെ നന്നാക്കി വെച്ചേക്കാം, കുരുവൊക്കെ മാറ്റി. എന്നിട്ട് കുറച്ച് 2-3 ചുള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാനാണ്. ഞാൻ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് അതിന് മുമ്പ് ഈ ചക്ക ഒന്ന് ചെറിയ മിക്സഡ് ജാറിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മതി പാൽപ്പൊടി ഇട്ടിട്ട് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന ഒന്നും ഒത്തിരി സ്റ്റിഫ് ആകേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഈ ഒരു പരുവത്തിന് മതി കേട്ടോ. ഇനി നമുക്ക് ചക്കയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ചക്ക നമുക്ക് ചക്ക ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ചക്ക ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചക്ക ഈ വിപ്പിംഗ് കൂടെ ഒന്ന് മിക്സ് ആയാൽ മതിയേ. നമുക്ക് ഒരു മിക്സി എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിപ്പം കളറില്ലാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറൽ കളറാണ്, ചക്കയുടെ കളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കളർ വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളർ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് തന്നെ കഴിക്കാനല്ലേ. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു വാങ്ങിച്ച് വെച്ചിരുന്ന ഒരു ഐസ്ക്രീമിൻ്റെ ഒരു പാട്ടൊക്കെ അതോട്ട് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കും. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചക്ക ഉണ്ടല്ലോ, അത് ഒന്ന് കുറച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ അത് മിക്സ് ചെയ്യാൻ മറന്നുപോയി. ഇപ്പോൾ ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം. ബാക്കി ചക്കയുടെ ഇത് പീസും കൂടെ ഉണ്ട്, അതോടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പ്രളയം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇനി ഇത് ഫ്രീസറിലോട്ട് വെക്കാം. നാളെ ഇപ്പോൾ വൈകിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. നാളെയാണ് ഞാനിത് എടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നാളെ എടുക്കാവേ. ഇത് നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാവേ. സ്കൂപ്പ് ചെയ്യുന്ന സാധനം ഇല്ല, അപ്പോൾ നമ്മളിതുപോലെ തവിയായാലും മതിയേ. നമ്മുടെ ഐസ്ക്രീം ഇവിടെ നമ്മൾ സ്കൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇനി ചക്കയുടെ സീസണാണ്. എല്ലാവരും ചക്ക കൊണ്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഗോതമ്പ് പൊടിയും പാലും കൂടെ മിക്സ് ചെയ്ത് കുറുക്കി എടുത്തിട്ട് ഇതുപോലെ ചെയ്താലും മതി. പക്ഷേ ക്രീം ചേർക്കുമ്പോഴാണ്, പാൽപ്പൊടിയും ചേർക്കുമ്പോഴാണ് ഇതുപോലെ ടേസ്റ്റ് കിട്ടുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചക്ക ഐസ്ക്രീം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവേ വീണ്ടും.